Hi all. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസ് എന്താണ്, അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെക്റ്റേഷനും അതുപോലെ വേരിയൻസുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസുമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? എക്സ്പെക്റ്റേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇ ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഓരോ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രോബബിലിറ്റിയും തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാ വാല്യൂസും കൂടി ലാസ്റ്റ് എന്ത് ചെയ്യുക, സം ചെയ്യുക. ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ ആ മെത്തേഡ് പ്രകാരം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെക്റ്റേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് നമ്മളെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഇവിടെ എക്സും വൈ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രണ്ട് റാൻഡം വേരിയബിൾ ആണ്. വേറെ എക്സ് ആൻഡ് വൈ ആർ ടു റാൻഡം വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ആ റാൻഡം വേരിയബിൾ ആണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എക്സും വൈയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി, വേർ എ ആൻഡ് ബി ആർ കോൺസ്റ്റൻറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ രീതിയിൽ ഒരു എ എക്സ് പ്ലസ് പി ഫോമിലുള്ള ഒരു റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, എ ഇൻറ്റു എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണുക പ്ലസ് ആ കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുക. ഈ കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുക എന്നുള്ള മെത്തേഡ് വരാനുള്ള കാരണം എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് എപ്പോഴും ആ കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ആവറേജ് ആണ് അല്ലെങ്കിൽ മീൻ ആണ്. ഒരൊറ്റ സംഖ്യ നമ്മളോട് എടുത്തിട്ട് ആ സംഖ്യയുടെ ആവറേജ് അല്ലെങ്കിൽ മീൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ സംഖ്യ തന്നെയാണ്. നമുക്ക് ആവറേജ് എന്നൊരു രീതിയിലൊക്കെ അതിന് മാറ്റം വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നിൽ കൂടുതൽ സംഖ്യകൾ ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആവറേജിൽ വ്യത്യാസം വരിക. അല്ലാതെ ഒരു സംഖ്യ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എന്താണെന്ന് ചോദിക്കുന്നതിൽ വലിയ ലോജിക്കില്ല. അത് ഒബ്വിയസ്ലി ആ സംഖ്യ തന്നെയായിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുക, ആവറേജ് ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ നമ്പർ ഈസ് ഓൾവേസ് ദാറ്റ് നമ്പർ എന്ന് പറയാൻ കാരണം. ആ ഒരു കേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എപ്പോഴും എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബിക്ക് തുല്യമായിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കിത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നതാണ് വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്, നിങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് +2+1 ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കേട്ട പേരായിരിക്കും വേരിയൻസ് എന്ന് പറഞ്ഞാൽ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റാൻഡം വേരിയബിളിൻ്റെ ആവറേജ് നിന്ന് അല്ലെങ്കിൽ മീൻ നിന്ന് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, അതിൽ നിന്ന് ഓരോ ഒബ്സർവേഷനും അല്ലെങ്കിൽ ഓരോ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്. അതിൻ്റെ ഒരു ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, വേരിയൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ വേരിയൻസ് നമ്മൾ സാധാരണ രീതിയിൽ ഡിനോട്ട് ചെയ്യുന്നത്, വേരിയൻസ് ഓഫ് എക്സ് ഈസ് ഡിനോട്ടഡ് ബൈ എന്താണ്, ക്യാപിറ്റൽ വി ഓഫ് എക്സ്, ക്യാപിറ്റൽ VAR, അല്ലെങ്കിൽ വേരിയൻസിൻ്റെ ചുരുക്കി വിളിക്കുന്നതാണ് VAR ഓഫ് എക്സ്. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷനാണ് സിഗ്മ സ്ക്വയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് ഈ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് അടക്കം നമുക്ക് വേണ്ടുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ സിഗ്മ സ്ക്വയർ. വേരിയൻസ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റർ ആണെന്ത്, സിഗ്മ സ്ക്വയർ. അത് ലെറ്റർ അല്ല, സിമ്പിളാണ് സിഗ്മ സ്ക്വയർ. നമ്മൾ സാധാ അല്ലെങ്കിൽ എങ്ങനെ എഴുതും, VAR ഓഫ് എക്സ് എന്ന് എഴുതും. അല്ലെങ്കിൽ നമ്മൾ സിഗ്മ സ്ക്വയർ ഓഫ് എക്സ്, അവിടെ മീൻ ചെയ്യുന്നത് രണ്ടിൽ കൂടുതൽ റാൻഡം വേരിയബിൾ ഉള്ള സമയത്ത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസ് ഇന്നതാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ത്, സിഗ്മ സ്ക്വയർ എക്സ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ സാധാരണ കൂടുതലും യൂസ് ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഒരു റാൻഡം വേരിയബിൾ എക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ വേരിയൻസ് ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ എന്ന റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണുക മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓൾറെഡി നമുക്കറിയാം മീനാണ്, അതിൻ്റെ സ്ക്വയർ. ശ്രദ്ധിക്കണം, ഇത് രണ്ടും വ്യത്യാസമാണ്. ഇവിടെ ഈ പറഞ്ഞ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് വരിക, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക, സിഗ്മ
എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് എന്തായിട്ട് വരിക, നമ്മുടെ ഈ പറഞ്ഞ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ വരിക. നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സിമ്പിളായിട്ട് സിഗ്മ എക്സിൻ്റെ എഫ് ഓഫ് എക്സ് ആണ്. പക്ഷേ അവിടെ എക്സിന് പകരം എക്സ് സ്ക്വയർ ആക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴുള്ള സിഗ്മക്ക് പകരവും നമ്മൾ എന്ത് ചെയ്യുക, ആ ജസ്റ്റ് ആ എക്സ് സ്ക്വയർ ആക്കിയിട്ട് മാറ്റി കൊടുക്കുക. അതായത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ എക്സ് സ്ക്വയർ ആക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, എക്സിനെ സ്ക്വയർ ചെയ്യുന്നു. ഇനി ഇതിപ്പം ഇത് ജനറലായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളിനി ഇവിടെ ഇപ്പം എക്സ് പവർ ആർ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്താ എടുക്കുക, എക്സ് പവർ ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതായത് ഇവിടുത്തെ എക്സിൻ്റെ പവർ എത്രയാണോ അത് തന്നെ എന്ത് ചെയ്യുക, സിഗ്മയ്ക്ക് ശേഷമുള്ള എക്സിൻ്റെ പവറിലും കൊടുക്കുക. ഇതാണ് നമ്മൾ സാധാ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ വേരിയൻസ് എന്ന് പറയുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, വേർ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നോക്കാം. അതിന് മുന്നേ കുറച്ച് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടീസും കൂടി നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. പിന്നെ വരുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ വേരിയൻസ് ആണ് നമ്മൾ എല്ലാത്തിലും പൊതുവെ യൂസ് ചെയ്യുക. പക്ഷേ വേരിയൻസ് യൂസ് ചെയ്യുമ്പോഴൊരു പ്രശ്നം, വേരിയൻസ് സാധാരണ നമ്മളൊരു സ്ക്വയർ ടേം ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സൈൻ പോസിറ്റീവ്, ഇപ്പം ഈ ഒരു മീൻ ഇപ്പോൾ സപ്പോസ് 10 ആണെങ്കിൽ നമുക്ക് രണ്ട് വാല്യൂസ് സപ്പോസ് നമുക്ക് 12 8 ഉണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ത് തന്നെയാണ്, 2 ആണ്. പക്ഷേ അത് രണ്ടും മാഗ്നിറ്റ്യൂഡ് വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ആ സൈൻ കൺസിഡറേഷൻ ഒഴിവാക്കാൻ വേണ്ടി വേരിയൻസിൻ്റെ കേസിൽ ചെയ്യുന്നത് സ്ക്വയർ ചെയ്യാണ് ചെയ്യുന്നത്. ആ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ സൈനിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എറർ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണെന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സാധാരണ നിങ്ങൾ ഒബ്സർവേഷൻ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടാണ്, ഈ പറഞ്ഞ സ്ക്വയർ ചെയ്യുമ്പോൾ ഉള്ള എറർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ മീനിന്ന് ഓരോ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂവും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് എന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കറിയാം ഓൾറെഡി എന്താണ്, സിഗ്മ സ്ക്വയർ ആണ് എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, സിഗ്മ സ്ക്വയർ ആണ് നമ്മൾ വേരിയൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യും, സിഗ്മ യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്യും. കാരണം റൂട്ട് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ അങ്ങ് ഒഴിവാക്കാം, സിഗ്മ. ഓക്കെ, ദെൻ നമ്മളിനി വേരിയൻസിൻ്റെ രണ്ട് പ്രോപ്പർട്ടിയും കൂടി ജസ്റ്റ് ഓർത്ത് വെക്കാം. വേരിയൻസ് ഓഫ്, കമ്പയർ ചെയ്ത് പഠിക്കാം, വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് സി, വെർ സി ഇസ് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എപ്പോഴും വേരിയൻസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സംഖ്യയായിട്ടുള്ള ഡിഫറൻസ് എന്നുള്ളതിന് എന്തില്ല, ലോജിക്കില്ല, അത് അവിടെ 0 ആണ്. കാരണം ആവറേജ് എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ ആ സംഖ്യ എന്നുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0 ആണ്. അതുകൊണ്ട് എപ്പോഴും വേരിയൻസ് ഓഫ് എ പെർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് ഈസ് ഓൾവേസ് 0 ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ രണ്ടാമത് വരുന്നൊരു കാര്യമാണ് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് സി. വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ എന്ത് വരും, വേരിയൻസ് ഓഫ് എക്സ് എന്നുള്ള രൂപത്തിലേക്ക് മാത്രം വരും. കാരണം കോൺസ്റ്റൻറ്റിൻ്റെ വേരിയൻസ് അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന പ്ലസ്സിന് പകരം ഈ സി എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഫോമിലാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ സി എക്സ് ഫോമിലാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ വേരിയൻസ് എന്തായിട്ട് മാറും, സി സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. രണ്ടും മനസ്സിലാക്കി പഠിക്കുക. കാരണം നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് അല്ലെങ്കിൽ സി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു എഴുതിയത്, ആ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക എന്നുള്ള മീനിങ് ആണ്. പക്ഷേ വേരിയൻസിൻ്റെ ഉള്ളിലുള്ള കോൺസ്റ്റൻറ്റ് ഔട്ട് സൈഡിൽ വരുമ്പോൾ അത് എന്തായിട്ട് മാറും, സ്ക്വയർ ആയിട്ട് മാറും, സി സ്ക്വയർ ആയിട്ട് മാറുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വേരിയൻസിൻ്റെ 3 പ്രോപ്പർട്ടി. അതിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വേരിയൻസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് 0 ആണ്. പക്ഷേ വേരിയൻസ് ഓഫ് എ സി എക്സ് എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ഇൻറ്റു എന്ത് വരും, വേരിയൻസ് ഓഫ് എക്സ് ആണ്. മൂന്നാമത്തത് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയൻസ് ഓഫ് എക്സിന് തുല്യമാണ്. അപ്പോൾ 3 പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ്, ആൾസോ ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്താണ്, മീനും വേരിയൻസും കാണണം, മാത്രമല്ല എന്തും കൂടി കണ്ടുപിടിക്കണം, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടി കണ്ടുപിടിക്കുക. അപ്പം മീൻ കണ്ടുപിടിക്കാൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് വേണ്ടുന്ന 2 കാര്യങ്ങൾ ആദ്യം ജസ്റ്റ് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് എന്ത് വരും, സിഗ്മ എക്സ് ഇൻറ്റു
എഫ് ഓഫ് എക്സ് ആണ്. ഓരോ വാല്യൂം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അത് മൊത്തത്തിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട വേരിയൻസ് ഓഫ് എക്സ് ആണ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ സാധാരണ ചെയ്യാം? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് കാണാൻ വേണ്ടി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മീൻ കാണുമ്പോൾ നമുക്ക് കിട്ടും. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെയാണ് കിട്ടുക? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണണമെങ്കിൽ ശ്രദ്ധിക്കുക, സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പം ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ വാല്യൂം ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് കാണുന്ന സമയത്ത് ഇതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ 0 സ്ക്വയർ ഇൻറ്റു 1/9, അടുത്തത് 1 സ്ക്വയർ ഇൻറ്റു 2/9, 2 സ്ക്വയർ ഇൻറ്റു 3/9, ഇങ്ങനെ ഓരോ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂം സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ആ ഓരോ കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കൂടി എന്ത് ചെയ്യുക, സം ചെയ്യുക. ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേരിയൻസിൽ ഈ പറഞ്ഞ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ അല്ല വേരിയൻസ്. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഈ പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേരിയൻസ് ഓഫ് എക്സ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിഗ്മ എന്താണ്, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഓരോ വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് ചെയ്യുന്നു, 0 ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 0 ഇൻറ്റു 1/9 പ്ലസ് 1 ഇൻറ്റു 2/9 പ്ലസ് 2 ഇൻറ്റു 3/9 പ്ലസ് 3 ഇൻറ്റു 2/9 പ്ലസ് 4 ഇൻറ്റു 1/9. ഈ പറഞ്ഞിരിക്കുന്ന എങ്ങനെ വേണമെങ്കിലും സിംപ്ലിഫൈ ചെയ്യാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ടോട്ടൽ എന്താ, 9 എല്ലാത്തിലും കോമൺ ആണ്, അതുകൊണ്ട് 9 കോമൺ ആയിട്ട് എടുക്കുന്നു. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ 18ഉം ഡിനോമിനേറ്ററിൽ 9ഉം കിട്ടും. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 കിട്ടും. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? 2 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കിട്ടി. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി, മീൻ എന്ന് പറയുന്ന സംഭവമായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേരിയൻസ് ആണ്. അപ്പോൾ വേരിയൻസ് കാണാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വേണം. അപ്പോൾ അതെങ്ങനെ കാണും നോക്കാം. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ വാല്യൂവിൻ്റെയും സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇപ്പോൾ നേരത്തെ കേസിൽ നമ്മളിവിടെ 0 മാത്രമാണ് എടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? 0 സ്ക്വയർ എടുക്കണം. അപ്പോൾ 0 സ്ക്വയർ ഇൻറ്റു 1/9, 1 സ്ക്വയർ ഇൻറ്റു 2/9, ആ രീതിയിൽ വേണം നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നോക്കുക എന്ത് വരും? ഇവിടെ 0 സ്ക്വയർ ഇൻറ്റു 1/9, 1 സ്ക്വയർ ഇൻറ്റു 2/9, 2 സ്ക്വയർ ഇൻറ്റു 3/9, 3 സ്ക്വയർ ഇൻറ്റു 2/9, 4 സ്ക്വയർ ഇൻറ്റു 1/9. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വാല്യൂം കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ ആയിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് ടോട്ടൽ കണ്ടുപിടിക്കുന്നു. ആ ടോട്ടൽ നമ്മൾ സം ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എന്ത് വരും? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 48/9 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വരിക. ഇനി ആ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വേരിയൻസ് കാണാമല്ലോ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 48/9 ആണ്. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിന് പകരം 48/9 ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിന് പകരം 2, അതിൻ്റെ സ്ക്വയർ ഉണ്ട്, അത് വിട്ട് പോകരുത്, 2 സ്ക്വയർ. ദെൻ ഇത് 4 ആവും, ദാറ്റ് ഇസ് 48/9 മൈനസ് 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4/3 എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടും. ഇതാണ് നമ്മുടെ എന്തിൻ്റെ വാല്യൂ വരിക? നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത് 4/3 വരും. ഓക്കെ, അപ്പോൾ വേരിയൻസ് 4/3 കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാമല്ലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താ? അപ്പോൾ സിഗ്മ സ്ക്വയർ ആണ് നമ്മുടെ വേരിയൻസ്. അതെന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന 4/3 കിട്ടി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ റൂട്ടാണ്. അപ്പോൾ സിഗ്മ സ്ക്വയറിൻ്റെ റൂട്ട് ദാറ്റ് ഈസ് റൂട്ട് 4/3. ദാറ്റ് ഈസ് വേണമെങ്കിൽ നമുക്ക് ഇതിന് എന്താക്കാം? 2/√3 എന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എന്തായി? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, വേരിയൻസ്, അതുപോലെ
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ സപ്പോസ് നിങ്ങളോട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും നിങ്ങൾ ചെയ്യേണ്ട എന്താ, ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം. കാരണം എന്താ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, വേരിയൻസ് ഓഫ് എക്സ് കാണാൻ പറ്റുള്ളൂ. വേരിയൻസ് ഓഫ് എക്സ് കണ്ടാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറ്റൂ. അപ്പോൾ ചോദ്യം ജസ്റ്റ് സിമ്പിളായിട്ട് ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് മാത്രമാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പ്രൊസീജിയർ അങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലമാണ് ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ്. നമുക്കൊരു PDF തന്നിട്ട് PMF തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂസ് 0, 1, 2, 3 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി വാല്യൂ 0.1, 0.2, 0.4 ആൻഡ് 0.3 ആണ്. ഓക്കെ, ഓക്കെ ഓക്കെ അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും വേരിയൻസും കാണാൻ മാത്രമുണ്ട്. സിമ്പിളാണ്, നമുക്ക് ഇക്വേഷൻ അറിയാം. അപ്പോൾ ഇക്വേഷൻ ഓരോന്നായിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടേബിൾ ഇവിടെ പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 0.1 എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്, f(0) ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 0യും അതിൻ്റെ കറസ്പോണ്ടിങ് ആയ പ്രോബബിലിറ്റി ആയ f(0) തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 1ഉം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആയ f(1) ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷനാണ് എന്തിൽ നമ്മൾ ചെയ്യുക, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാൻ ചെയ്യുക. നേരെ മറിച്ച് വേരിയൻസ് കാണണമെങ്കിൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വേണം. അപ്പോൾ നമ്മൾ 0² ഇൻറ്റു കറസ്പോണ്ടിങ് ആയിട്ടുള്ള f(0)ൻ്റെ വാല്യൂ, 1² ഇൻറ്റു കറസ്പോണ്ടിങ് f(1)ൻ്റെ വാല്യൂ. ഈ രീതിയിലാണ് അവിടെ പ്രൊസീഡ് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, f(0), f(1) എന്ന് ഡിനോട്ട് ചെയ്യണം നിർബന്ധമില്ല. ജസ്റ്റ് ആ വാല്യൂ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എപ്പോഴും ഓർമ്മിക്കുക, P(x) = x എന്ന് പറഞ്ഞിട്ടുള്ളൊരു രൂപത്തിൽ തന്നാലും ഇവിടെ നിങ്ങളോട് മീൻ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, f(x) വാല്യൂ ആണ്. അതിനെ P(x) എന്ന് ഡിനോട്ട് ചെയ്യാം. അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണുന്ന സമയത്ത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് = സിഗ്മ എക്സ് ഇൻറ്റു എന്ത് വരും, f(x) ഫോർ x = 0, 1, 2, 3 ഏതൊക്കെയാണ് ഇതിൻ്റെ വാല്യൂസ് എന്ന് വെച്ചാൽ അത്രയും വാല്യൂസ്. ഇനി ആ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 0 ഇൻറ്റു 0.1 ദെൻ പ്ലസ് 1 ഇൻറ്റു 0.2 പ്ലസ് 2 ഇൻറ്റു 0.4 പ്ലസ് 3 ഇൻറ്റു 0.3. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 1.9 എന്ന് കിട്ടും. ഓക്കെ, ദെൻ വേരിയൻസ് ഓഫ് എക്സ് കാണാൻ വേണ്ടി പോകുന്നു. വേരിയൻസ് ഓഫ് എക്സ് കാണുന്ന സമയത്ത് എക്സ്പെക്ടേഷൻ ഓഫ് x² നമ്മൾ ആദ്യം കാണണം. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് x² വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, റാൻഡം വേരിയബിൾസിൻ്റെ സ്ക്വയർ എടുക്കുക, അത് ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി 0² ഇൻറ്റു 0.1, 1² ഇൻറ്റു 0.2, 2² ഇൻറ്റു 0.4, 3² ഇൻറ്റു 0.3. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 4.5 എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ എക്സ്പെക്ടേഷൻ ഓഫ് x² ആയി. പക്ഷെ നമുക്ക് വേരിയൻസ് ആയോ ഇല്ല, എന്ത് ചെയ്യണം, വേരിയൻസ് ഓഫ് എക്സ് കാണണമെങ്കിൽ ഇനി നമ്മൾ എന്തും കൂടി കണ്ടുപിടിക്കണം, ഈ ഇക്വേഷനിൽ നമ്മൾ ഇതുവരെ കിട്ടിയ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ ചെയ്താൽ ഓരോ വാല്യൂ ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 4.5 ആണ്. അത് എക്സ്പെക്ടേഷൻ ഓഫ് x² സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 1.9 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1.9 ആണ്, 1.92 അല്ല, 1.9 ഹോൾ സ്ക്വയർ. അവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന് പകരം ആ വാല്യൂ കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 0.89 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക.